നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാൻ വെടിവെച്ചിട്ട അമേരിക്കൻ യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ അദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് രക്ഷപ്പെടുത്താൻ നടത്തിയ ദൗത്യം ഇപ്പോഴും ഒരു വിസ്മയമായി അവശേഷിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനായി ഇറാൻ വലിയ തോതിലുള്ള ഇനാമാണ് പ്രഖ്യാപിച്ചിരുന്നത്. അദ്ദേഹത്തെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി കൊടുത്താൽ വലിയ പ്രതിഫലം ഇറാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ഒപ്പം ഇയാളെ ജീവനോടെ കിട്ടുകയാണെങ്കിൽ ഈ പൈലറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ വിലപേശൽ തന്ത്രം നടത്തുമോ എന്നുള്ള സംശയവും ഉയരുന്നുണ്ടായിരുന്നു. കാരണം പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു സൈനികനെ വെച്ച് വിലപേശൽ നടത്തിയാൽ അതിന് കീഴടങ്ങി കൊടുക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു സാധാരണ രീതിയാണ്. വേറെ പോകുമ്പോഴില്ല. അതല്ലെങ്കിൽ ഈ സൈനികൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് അവിടുത്തെ ഭരണകൂടത്തിന് തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയാകുമെന്നുള്ളതും ഉറപ്പാണ്. ഏതാണ്ട് 7000 അടി ഉയരത്തിലാണ് ആ പൈലറ്റ് ഉണ്ടായിരുന്നത്. ഇറാനിലെ തന്നെ പർവ്വതനിരകളാൽ മൂടപ്പെട്ട ഒരു വലിയ മേഖലയിലാണ് അദ്ദേഹം ചെന്ന് പെട്ടത് എന്നുള്ളതാണ് ഒരു തരത്തിൽ അദ്ദേഹത്തിന് ഭാഗ്യമായി മാറിയത് എന്ന് വേണം കരുതാൻ. ഇവിടെയുള്ള വലിയൊരു വിള്ളലിനുള്ളിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബീക്കൺ ലൈറ്റ് ഉണ്ടായിരുന്നു, ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബീക്കൺ ലൈറ്റ് പ്രകാശിപ്പിച്ചാൽ അത് ഇറാനിലെ വിമാനങ്ങളോ അല്ലെങ്കിൽ ഡ്രോണുകളോ കണ്ടെത്തുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരമായി സന്ദേശങ്ങൾ അയച്ചത്. പക്ഷേ ഈ സന്ദേശങ്ങൾ അയക്കുന്ന ഈ സമയത്ത് അമേരിക്കയ്ക്ക് കൃത്യമായി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും അവർക്ക് അപ്പോഴുണ്ടായിരുന്ന ഒരു സംശയം, ഇയാൾ ശരിക്കും ഇറാൻ്റെ കയ്യിലാകപ്പെട്ടിട്ടുണ്ടായിരിക്കാം, എന്നിട്ട് അവരായിരിക്കാം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുന്നത് എന്നായിരുന്നു. എന്നാൽ പിന്നീടാണ് അത്തരത്തിലുള്ള സന്ദേശങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇയാൾ ഇറാൻ്റെ കയ്യിലല്ല, ഇയാൾ സുരക്ഷിതമായ സ്ഥലത്ത് ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം. സർവൈവൽ ഇവേഷൻ റെസിസ്റ്റൻസ് എസ്കേപ്പ് SCRE എന്ന ആ ഒരു പരിശീലനം സിദ്ധിച്ച വ്യക്തിയായിരുന്നു ഈ പൈലറ്റ്. എല്ലാ പൈലറ്റുമാർക്കും ഇത്തരത്തിലുള്ള പരിശീലനം നൽകാറുണ്ട്. എവിടെയെങ്കിലും വെച്ചൊരു ശത്രുരാജ്യത്ത് നമ്മൾ പെട്ടുപോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം അവർക്ക് നൽകും. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളൊരു കാര്യമാണ്, ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം പാകിസ്ഥാനിൽ ഇത്തരത്തിലാകപ്പെടുകയും അവർ പിടികൂടിയ അഭിനന്ദൻ വർദ്ധമാൻ എന്ന പൈലറ്റിനെ ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തത്. ഇന്ത്യയുടെ ശക്തമായ നിലപാട് കൊണ്ട് മാത്രമാണ് അന്ന് ആ പൈലറ്റിന് യാതൊരു തരത്തിലുമുള്ള തകരാറുകളും സംഭവിക്കാതെ രാജ്യത്തിന് ലഭിച്ചത്. അതുപോലെ ഒരുപക്ഷെ ഇറാൻ അത്തരത്തിൽ പെരുമാറണമെന്ന് ഇല്ല. മാത്രമല്ല ഈ വ്യക്തിയെ വെച്ചുകൊണ്ട് അവർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, എന്തെങ്കിലും ക്രൂരത്വം ചെയ്യുമോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ച് വിലപേശുമോ എന്നുള്ള ആശങ്ക അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ കർശനമായ നിർദ്ദേശം നൽകിയത്, അടിയന്തരമായി എന്ത് വില കൊടുത്ത ഈ പൈലറ്റിനെ നമുക്ക് തിരികെ കിട്ടണമെന്നുള്ള കാര്യം. ഇതിനായി നിരവധി വിമാനങ്ങളും ഡ്രോണുകളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു. ഇതിൽ തിരച്ചിലിനെ പുറപ്പെട്ട 2 വിമാനങ്ങൾ റൺവേ ശരിയല്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയത് കാരണം അത് അവിടെ പുതഞ്ഞുപോയി. ഈ വിമാനം പിന്നീട് നശിപ്പിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വാഹനങ്ങളും, വിമാനമാർഗ്ഗം എത്തിച്ച പല വാഹനങ്ങളും പിന്നീട് ഇത് ശത്രുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി അവർ കത്തിച്ചു കളഞ്ഞതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ സഹായം. ഇസ്രായേലും ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ അമേരിക്കയെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പൈലറ്റിനെ തിരികെ കിട്ടി എന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചപ്പോൾ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അഭിനന്ദനം അറിയിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത്, ഇത് നിങ്ങളുടെ കൂടി ക്രെഡിറ്റാണ്, നിങ്ങളും കൂടെ സഹായിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദൗത്യം എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നാണ്. പക്ഷേ തങ്ങളുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ട ഇറാൻ്റെ നടപടി ശരിക്കും ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കൻ ഭരണകൂടത്തെ ഞെട്ടിപ്പിക്കുക തന്നെ ചെയ്തു എന്നാണ് കരുതുന്നത്. ഇറാൻ സ്വന്തമായി വികസിച്ചെടുത്ത മജിദ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ വിമാനങ്ങളെ ആക്രമിച്ചത് എന്ന് വേണം കരുതാൻ. വളരെ താണു കിടക്കുന്ന യുദ്ധവിമാനങ്ങളെ വളരെ പെട്ടെന്ന് കണ്ടെത്തി അവയെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു കഴിവ് ഈ മിസൈലുകൾക്കുണ്ട്. ഈ പറന്നു വരുന്ന ശത്രു വിമാനത്തിൻ്റെ ചൂട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ കൃത്യമായ സ്ഥാനം ഏതാണ് എന്ന് നിർണ്ണയിക്കാനും അങ്ങനെ അതിലേക്ക് മിസൈൽ ആക്രമണം നടത്താനും കഴിയുന്ന തരത്തിലാണ് ഈ മിസൈൽ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചുള്ള ഈ ഒരു മിസൈലിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ഈ 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടപ്പോൾ അതിലെ 2 വിമാനങ്ങളെയും പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അതിൽ ഒരാളിനെ മാത്രമാണ് കാണാതായിരുന്നത്. ഇത് തന്നെയാണ് അമേരിക്കയെ വല്ലാതെ വലച്ചിരുന്നത്. പക്ഷേ മുറിവേറ്റിരുന്ന ആ പൈലറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് മറ്റു വിശദാംശങ്ങളും എപ്പോഴും പുറത്തുവിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഈ തൻ്റെ മുറിവിൻ്റെ വേദനയെല്ലാം സഹിച്ചുകൊണ്ട് വിശപ്പിലേക്ക് അതിജീവിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായി ഒരു വലിയ പർവ്വത ശിഖരത്തിൻ്റെ ഇടയിലേക്ക് ഒരു സുരക്ഷാ സ്ഥാനത്തേക്ക് മാറിയിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇറാൻ സൈന്യം അവരുടെ പ്രാദേശികമായ ആളുകൾക്കെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ആഹ്വാനം നൽകിയിരുന്നു, ഇയാളെ കണ്ടുകിട്ടുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും പിടികൂടണം. അതിന് ഇനാമും കൂടി പ്രഖ്യാപിച്ചപ്പോൾ ഈ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ ഒളിച്ചിരിക്കുന്ന പൈലറ്റിൻ്റെ കയ്യിലുള്ള മൊബൈൽ സംവിധാനത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അങ്ങനെ ഏതായാലും ധീരമായി തന്നെയാണ് അദ്ദേഹം പൊരുതിയത്. അദ്ദേഹത്തിൻ്റെ കൈവശം നേരത്തെ പറഞ്ഞ പോലെ പിസ്റ്റളും ബീക്കണും അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ദിവസങ്ങളോളം ഒരുപക്ഷെ ഇവിടെ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയും അങ്ങനെ ഒരുപക്ഷെ അമേരിക്കൻ വ്യോമസേനയ്ക്ക് സിഗ്നൽ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഏതായാലും ഈ പരിക്കേറ്റ പൈലറ്റ് കുവൈറ്റിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ, പേരോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ ഇതിനൊക്കെ ശേഷമായിരിക്കാം അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടുക. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ നേട്ടം തന്നെയായിരുന്നു ഈ പൈലറ്റിൻ്റെ രക്ഷപ്പെടൽ.
കാരണം അദ്ദേഹത്തിന് അതീവ ഗുരുതരമായിട്ടാണ് പരിക്കേറ്റിരുന്നത് എങ്കിൽ അദ്ദേഹം ഈ അവിടെ ഒറ്റപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുമായിരുന്നു, അതല്ലെങ്കിൽ ഇവർ പിടികൂടുമായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാനും മറ്റുമൊക്കെ തന്നെ അദ്ദേഹത്തിന് നേരിയ തോതിലുള്ള പരിക്ക് മാത്രമാണ് ഉള്ളത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അമേരിക്കൻ വ്യോമസേനയുമായി നിരന്തരമായി ബന്ധം പുലർത്താൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ അമേരിക്കൻ സൈന്യത്തിനുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം സംഭവിച്ചിരുന്നുവെങ്കിലും കൃത്യമായി അവരുടെ എല്ലാ സംവിധാനങ്ങളും മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ ഒരൊറ്റ പൈലറ്റിന് വേണ്ടിയുള്ള രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്.